എന്തുകൊണ്ടാണ് ദീപിക നിരന്തരമായി BJP ആക്രമിക്കുന്നത്? ഇത് ശരിക്കും കത്തോലിക്കരുടെ പത്രം തന്നെയാണോ? ആ മതവുമായിട്ട് ബന്ധമുണ്ടോ? കത്തോലിക്കരുടെ പത്രം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കാരണം ദീപിക ആരംഭിക്കുന്നത് 1887 ഏപ്രിൽ മാസം 15-ാം തീയതി വിഷുവിൻ്റെ അന്നാണ്. ഒരു വിഷുക്കണി എന്ന നിലക്കാണ് അത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേരളീയർക്ക്. അന്ന് വിഷുവൊക്കെ ഇവർക്കും കൂടിയൊക്കെ അവകാശപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ലെങ്കിലും, ഇപ്പം പലർക്കും അങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ ശരിക്ക് പേരെന്താണെന്ന് വെച്ചാൽ നസ്രാണി സത്യപ്രകാശിക എന്നായിരുന്നു. നസ്രാണി സത്യപ്രകാശിക. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അത് അത്രയും വലിയ പേര് വേണ്ട, നസ്രാണി ദീപിക എന്ന് മതി എന്ന് നിർദ്ദേശിച്ചതും അത് ഇവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ പത്രം തുടങ്ങിയത് നിധിയിരിക്കൽ മാണിക്കത്തനാരാണ്. നിധിയിരിക്കൽ കത്തനാർ തുടങ്ങിയ വേറൊരു പത്രവും കൂടിയുണ്ട്. ദീപികയോടൊപ്പം തന്നെ അദ്ദേഹം മനോരമയ്ക്കും തുടക്കം കുറിച്ചവരിൽ ഒരാളാണ് നിധിയിരിക്കൽ മാണിക്കത്തനാർ. അപ്പോൾ ഈ നിധിയിരിക്കൽ മാണിക്കത്തനാർ തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഈ തദ്ദേശീയരായ ഈ ലത്തീൻ സഭയിൽ നിന്ന് സുറിയാനികൾ വേർപെട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇത് സുറിയാനി കത്തോലിക്കരുടെ ഔദ്യോഗിക ജിഹ്വയായി മാറിയത്. അത് അങ്ങനെ തന്നെയാണ് തുടർന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പ് അവകാശം അന്നത് പ്രിൻ്റ് ചെയ്തിരുന്നത് മാന്നാനത്തായിരുന്നു. കാരണം അവിടെയാണ് അച്ചടിശാലയുള്ളത്. അപ്പോൾ അവിടുത്തെ അച്ചടിശാലയിൽ ഇത് പ്രിൻ്റ് ചെയ്ത് അടിച്ചിറക്കിയിരുന്നതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥരായിട്ട് പ്രവർത്തിച്ചിരുന്നത് മുഴുവനും CMIക്കാരാണ്. ചാവറ പിതാവ് സ്ഥാപിച്ച സഭയുടെ കക്ഷികളാണ് CMI. അവരാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും സുറിയാനി കത്തോലിക്കരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം എന്ന നിലക്കാണ് ഇത് വന്നത്. ലത്തീൻ സഭയ്ക്ക് ഉണ്ടായിരുന്ന പത്രമാണ് എറണാകുളത്ത് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന കേരള ടൈംസ്. അതിൻ്റെ വാരാന്ത്യമുണ്ട്, സത്യനാദം എന്ന പേരിൽ. ആ സത്യനാദം സത്യത്തിൽ എറണാകുളത്തും പരിസര പ്രദേശത്തും കേരളത്തിലുള്ള ഒരുപാട് വലിയ എഴുത്തുകാർ അവരുടെ കലാസൃഷ്ടികൾ, കവിതകൾ, കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന, ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു സാധനമാണ് സത്യനാദം. കേരള ടൈംസ് സഭ അടച്ചുപൂട്ടി. സത്യനാദം പിന്നെയും കുറച്ചു കാലം നടന്നിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിലെ ആദ്യത്തെ വാരികകളിലൊന്നാണത്. അത് കഴിഞ്ഞിട്ട് ദീപിക 1947 ദീപിക എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചപ്പതിപ്പ് തുടങ്ങിയത് സാഹിത്യ പരിപോഷണത്തിന് വേണ്ടിയിട്ട്. ആദ്യത്തെ ആഴ്ചപ്പതിപ്പിൽ തന്നെ ആദ്യ ലക്കത്തിൽ തന്നെ ഇത് വയലാർ രാമവർമ്മ, ONV കുറുപ്പ് തുടങ്ങിയ വിപ്ലവ കവികൾക്കൊക്കെ സ്ഥാനം കൊടുത്തിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാനിതൊക്കെ കൃത്യമായിട്ട് ഇത്രയും ഓർത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, TC മാത്യു എന്ന് പറയുന്ന ദീപികയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന ഒരാളാണ് അതിൻ്റെ ചരിത്രം എഴുതാൻ വേണ്ടി സഭ നിയോഗിക്കുകയും അദ്ദേഹം ചരിത്രം രചിക്കുകയും ചെയ്തു. ആ ചരിത്ര ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ആര് പറഞ്ഞാലും ശരിയാണ്, ദീപിക കത്തോലിക്ക സഭയുടെ, ഏത് കത്തോലിക്ക സഭ? സുറിയാനി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ജിഹ്വയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ദീപികയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ദീപികയ്ക്ക് മുലപ്പാലെന്ന് ദീപിക എഴുതുമായിരുന്നില്ല. കാരണം മുല അശ്ലീലമായിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. അതിന് പകരം സ്തന്യം എന്നാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ കുട്ടിക്ക് സ്തന്യം കൊടുക്കൂ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവൻ മിക്കവാറും തല്ലുകൊടുക്കും. കാരണം അത്ര കർശനമായ ഈ സദാചാര വ്യവസ്ഥകളൊക്കെ പാലിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നൊരു പത്രമാണ്. അവരുടെ എന്നത്തെയും താല്പര്യം സുറിയാനി കത്തോലിക്കരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്, പോപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കലാണ്. അതിനൊക്കെ ശേഷമാണ് സത്യദീപമൊക്കെ വരുന്നത്. അതൊക്കെ വളരെ വൈകി വരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സംഗതി ഇതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇവർ BJP എതിർക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. സുറിയാനി കത്തോലിക്ക സഭ ആദ്യം മുതലേ തന്നെ BJPയുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നല്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ റോമൻ കത്തോലിക്കരും മലങ്കര കത്തോലിക്കരും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ പത്രവുമായിട്ട് ബന്ധമില്ല? അപ്പോൾ ഈ RC എന്ന് പറയുന്നതാണ് സുറിയാനി കത്തോലിക്കർ.
അപ്പോൾ ഈ സിറോ മലബാർ എന്ന് പറയുന്നത് സീറോ മലബാർ എന്ന് പറഞ്ഞതും സുറിയാനി കത്തോലിക്കരാണ്. ആ. മറ്റത് മലങ്കര കത്തോലിക്കരാണ്. 3.5 ലക്ഷം പേര് മാത്രമുള്ളൊരു സഭയാണ് മറ്റേ ക്ലീമീസ് പിതാവിൻ്റേത്. വളരെ കുറവാണ്. 3.5 ലക്ഷം പേരുള്ളൊരു സഭയാണ് അത് അദ്ദേഹത്തിൻ്റേത്. ഇപ്പോൾ ബഹുഭൂരിപക്ഷവും ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ അല്ല, ക്രിസ്ത്യാനികളിൽ ഏറ്റവും വലിയ ഡിനോമിനേഷൻ സുറിയാനി കത്തോലിക്കരാണ്. അതിൽ തർക്കമൊന്നുമില്ല. അവരുടെ പ്രസിദ്ധീകരണമാണ് ദീപിക. അതുകൊണ്ട് തന്നെ ദീപികയിൽ വരുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യമുള്ളത്, 1989 സെപ്റ്റംബർ 15 ഈ ദീപികയെ രാഷ്ട്രദീപിക കമ്പനി എന്ന നിലക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത്, ആ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന് വീണ്ടും പലർക്കും ഷെയർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എഴുതി ചേർത്തിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്ന് കത്തോലിക്ക സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഇന്നും ആ പത്രം കൈകാര്യം ചെയ്യുന്ന ആരാണ്? ദീപികയുടെ CMIക്കാരാണ്. ഇനി ആ പ്രിയൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക്, എന്താണ് ഇവർ ബി ജെ പി അവരുടെ ശത്രുവാണ് എന്നും അതിന് കാരണങ്ങളുണ്ട്. ആ കാരണത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മതപരിവർത്തനത്തെ BJP നഖശിഖാന്തം എതിർക്കുന്നുണ്ട്. മതപരിവർത്തനത്തെ എതിർക്കുന്നവരൊക്കെ അവരുടെ ശത്രുക്കളാണ്. മഹാത്മാഗാന്ധിയും കത്തോലിക്ക സഭയുടെ ശത്രുവായിരുന്നു. മഹാത്മാഗാന്ധിയാണ് മതപരിവർത്തനത്തെ ഏറ്റവും രൂക്ഷമായി അക്കാലത്ത് എതിർത്തിരുന്ന ആൾ. പക്ഷേ കോൺഗ്രസ് മതപരിവർത്തനത്തോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചിരുന്നു. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വാഭാവിക രാഷ്ട്രീയ കക്ഷിയായി ക്രിസ്ത്യാനികൾ 1947 ശേഷം തിരഞ്ഞെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. അവരുടെ ഔദ്യോഗിക കക്ഷിയാണത്. 47 മുൻപ് അവർ ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു. അതൊരു തെളിഞ്ഞ സത്യമാണ്. അന്നത്തെ ഒരു മുദ്രാവാക്യമുണ്ട് കത്തോലിക്ക സഭയുടെയൊക്കെ, ഗാന്ധി എന്താക്കി ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്നായിരുന്നു. ഗാന്ധിയെ അവർക്ക് മലയാള മനോരമ 1947 വരെ മിസ്റ്റർ ഗാന്ധി എന്നാണ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. മഹാത്മാഗാന്ധി എന്ന് പറയില്ല. മഹാത്മാഗാന്ധി എന്ന് പറയില്ല. 47 ഓഗസ്റ്റ് 15 ശേഷമാണ് മഹാത്മാഗാന്ധി ആയത്. ഇവരും അങ്ങനെ തന്നെയായിരുന്നു, മിസ്റ്റർ ഗാന്ധി ആയിരുന്നു, മഹാത്മാഗാന്ധി അല്ല. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുന്നവർ ഇവരുടെയും ശത്രുക്കളായിട്ടാണ് ഇവർ കൂട്ടിയത്, ഇവർ പരിഗണിച്ചിരുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണ്, ക്രിസ്ത്യാനികൾക്ക് അനുകൂലമല്ലാത്തവരൊക്കെ അവരുടെയും ശത്രുക്കളായിട്ടാണ് അവർ കൂട്ടിയിരുന്നത്. അപ്പോൾ ഇവരുടെ ഏറ്റവും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് മതപരിവർത്തനമാണ്. BJP മതപരിവർത്തനത്തിനെതിരാണ്, അതിലാർക്കും സംശയം വേണ്ട. അതുകൊണ്ടാണ് ഈ മതപരിവർത്തനത്തെ നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ BJP സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നത്. BJP അത് മറച്ചു വച്ചേക്കണ കാര്യമല്ല. ഫോഴ്സ്ഫുള്ളാണ് കൺവേർഷൻ. ഫോഴ്സ്ഫുൾ കൺവേർഷനാണ് ഇവർ നടത്തിയത്. എല്ലാ കൺവേർഷനിലും ഫോഴ്സ്ഫുള്ളാണ്. അല്ലാതെ 2 മതങ്ങൾ സൂക്ഷ്മത്തിൽ പഠിച്ചതിന് ശേഷം ഈ മതമാണ് നല്ലത് എന്ന് കണ്ടെത്തി മതം മാറിയ എത്ര പേരുണ്ടാകും? ഒന്നാലോചിച്ച് നോക്ക്, എത്ര പേരുണ്ടാകും? ഹിന്ദുമതവും ഇവിടെ ഉണ്ടായിരുന്ന മതമാണല്ലോ. ഹിന്ദുമതവും ക്രിസ്തു മതവും ആഴത്തിൽ പഠിച്ചതിന് ശേഷം ഹിന്ദുമതത്തേക്കാൾ നല്ലതാണ് ക്രിസ്തുമതം എന്ന് കണ്ടെത്തിയ എത്ര പേരുണ്ടാകും? നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയല്ല, പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് കൺവേർഷൻ നടന്നിട്ടുള്ളത്. ഇപ്പം ലത്തീൻകാരെ കൺവേർട്ട് ചെയ്തത് മറ്റേ അദ്ദേഹമാണ്, ഇവിടെ ഗോവയിലുണ്ടായിരുന്ന കക്ഷിയാണ്. അദ്ദേഹം അവിടെ വലിയ രീതിയിൽ കൺവേർഷൻ നടത്തി, വലിയ രീതിയിൽ കൊലപാതകവും നടത്തി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി വന്നവരാണ് നമ്മുടെ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ. ഫ്രാൻസിസ് സേവ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് നടത്തിയ ആൾ വലിയ രീതിയിൽ ഇൻക്വിസിഷൻ നടത്തി, ക്രിസ്ത്യാനിയാകാൻ വിസമ്മതിച്ചവരെ കൊന്നു, കൂട്ടക്കൊല ചെയ്തു. അങ്ങനെ വന്ന് അതിൽ പേടിച്ച് ക്രിസ്ത്യാനികളായ മുക്കുവരുടെ ഒരു സംഘമാണ് ആര്? ലത്തീൻ സഭ. ഇതാണ് ചരിത്രം. അപ്പോൾ കൺവേർഷൻ ക്രിസ്തു മതത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ അംഗീകരിച്ചിട്ടുണ്ട്. കൺവേർഷൻ അത് ജിഹാദിൻ്റെ പേരിലായാലും ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പിൻ്റെ പേരിലായാലും അതിനെ അംഗീകരിക്കാൻ BJP സന്നദ്ധമേ അല്ല. അതിൽ BJPക്ക് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട്
ഇവർ എന്നും BJP ഇവർക്ക് സ്വീകരിക്കാനുള്ളൊരു പ്രയാസം അതുകൊണ്ടാണ് നിൽക്കുന്നത്. അത് അവരുടെ ഇതിലുള്ളതാണ്. അതുകൊണ്ട് ദീപിക ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും നിരന്തരമായി മോദിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ദീപിക എഴുതിക്കൊണ്ടിരുന്നല്ലോ എല്ലാ ആഴ്ചയും. അല്ലാണ്ട് പൊതുവിൽ വന്നതൊന്നല്ലല്ലോ, എല്ലാ ആഴ്ചയും ദീപിക എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനെ പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ദീപിക ക്രിസ്ത്യാനികളുടെ, സുറിയാനി ക്രിസ്ത്യാനികളുടെ പത്രമാണ്. അവരൊരു കാര്യം അംഗീകരിച്ചാൽ അവർക്കും നല്ലതാണ്. കാരണം ഇനി ഇന്ത്യയിൽ ഫോഴ്സ്ഫുൾ കൺവേർഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഹൈന്ദവ ജനത തയ്യാറായിരിക്കില്ല.